ട്രെയിൻ യാത്രാ ദുരിതത്തിൽ ഇടപെട്ട കൊടിക്കുന്നിൽ സുരേഷ് എം പി വേണാട് പാലരുവി എക്സ്പ്രസുകളിലെ യാത്രാക്ലേശത്തിന് ഉടൻ പരിഹാരമാകും. പ്രശ്നപരിഹാരത്തിനായി വൈകാതെ നടപടിയുണ്ടാകുമെന്ന് സദേൺ റെയിൽവേ ഉറപ്പ് നൽകിയെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞത്. മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് എം പിയുടെ ഇടപെടൽ. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായുണ്ട്. ശ്യാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ വാർത്ത നൽകിയതാണ്. വലിയ തോതിലുള്ള ദുരിതം യാത്രക്കാർക്ക് ട്രെയിനുകൾ ഉണ്ടാകുന്നു. എന്ത് ഇടപെടൽ അല്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് സദേൺ റെയിൽവേ ഉറപ്പ് നൽകിയതായി എം പി അറിയിക്കുന്നത്? ദിവിഷ, ഇന്ന് രാവിലെയോടുകൂടിയാണ് വേണാടിൽ എക്സ്പ്രസ്സിൽ വെച്ച ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച ജോവിറ്റ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും തലകറക്കമുണ്ടാകുകയും ചെയ്തത്. വലിയ ഒരു യാത്രാ ദുരിതമാണ് ഈ വേണാടിലും അതോടൊപ്പം തന്നെ പാലരുവിയിലും രാവിലെ യാത്രക്കാർ നേരിടുന്നത്. ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി സദേൺ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഇത് നിരന്തരമായി ഈ ഒരു വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ യാത്രാ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സദേൺ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ താൽക്കാലികമായിട്ട് റാക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ഒരു മെമു സർവീസ് ഇതിനിടയിൽ ഇടാം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുനലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു മെമു സർവീസ് ഉടൻ തന്നെ ഉണ്ടാകും. കൂടാതെ അതിന് ഈ മെമു സർവീസ് വരുന്നത് വരെ താൽക്കാലികമായിട്ട് ഈ കൊല്ലം എറണാകുളം ഒരു സർവീസ് നടത്തുന്ന കാര്യവും 2 ദിവസത്തിനുള്ളിൽ പരിഗണിക്കാം എന്ന റെയിൽവേ ഉറപ്പ് നൽകിയതായും നിലവിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ജോവിറ്റ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീഴുകയും തുടർന്ന് യാത്രക്കാർ തന്നെയാണ് ആ കുട്ടിക്ക് ട്രെയിനിൽ വെച്ച് വെള്ളവും മറ്റുമൊക്കെ നൽകി ആ യാത്ര തുടരുകയും ചെയ്തത്. ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്ന് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും അതിനൊരു പരിഹാരം എന്ന വണ്ണം ഇപ്പോൾ ഉടൻ തന്നെ റെയിൽവേ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ഇടപെടൽ സാധ്യമാകട്ടെ എന്നാണ്. ഇന്ന് രാവിലെ ഇതേപോലെ അവസ്ഥകൾ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ട്രെയിനുകളിലും പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരമുള്ള സമയങ്ങളിൽ കുത്തി നിറച്ച ആളുകൾ പോകുന്ന സാഹചര്യമുണ്ട്. ആളുകൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതൊക്കെ കാണുന്നതാണ്. എന്തായാലും അതിവേഗത്തിൽ സാധ്യമായ നടപടികൾ റെയിൽവേ എടുക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എം പിയുടെ ഇടപെടൽ അതിനായിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.